നമസ്കാരം. ഏറ്റുമാനൂരിന് സമീപത്തുകൂടി ഒഴുകുന്ന മീനച്ചിലാറിൽ ചാടി ജിസ്മോൾ എന്ന് പറയുന്ന ഒരു അഭിഭാഷക മരിച്ചതും തൻ്റെ 5 വയസ്സും 2 വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളെ കൊലയ്ക്ക് കൊടുത്തതും കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൽ വലിയ ചർച്ചയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരൂഹമായ ദുരന്തം അത് തന്നെയാണ് ഈ കഥയുടെയും പശ്ചാത്തലം. എന്തുകൊണ്ടാണ് ജിസ്മോൾ ഈ കടുങ്കൈ ചെയ്തത് എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ല. പുറത്തു വന്നതൊക്കെ മറ്റു ചില വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ യുവതി തൻ്റെ 2ാമത്തെ പ്രസവത്തോടനുബന്ധിച്ചിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലൂടെ സൈക്കോളജിക്കൽ ട്രൗമയിലൂടെ പോയത് കൊണ്ടാവാം എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു. എന്നാൽ ദിവസം ചെല്ലും തോറും അതൊന്നും ശരിയായ രീതിയല്ല. യഥാർത്ഥ കുടുംബ പ്രശ്നം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുടുംബ പ്രശ്നത്തിന്റെ ഇരയായാണ് ജിസ്മോൾ മരിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. ജിസ്മോളുടെ മരണത്തിന് പിന്നിൽ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന പലതുമുണ്ട്. അതിൽ ഒന്ന്, ജിസ്മോളുടെ ഭർത്താവ് ഒരു സാധുവായിരുന്നു എന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ജിസ്മോളുടെ ഭർത്താവിനെ തൻ്റെ ഭാര്യ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ജിസ്മോളുടെ ഭർത്താവ് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഒരു ടെക്നീഷ്യനാണ്. അതേസമയം ജിസ്മോളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജിസ്മോളുടേത് ഒരു പൊതുപ്രവർത്തക പശ്ചാത്തലമുള്ള കുടുംബമാണ്. ജിസ്മോളുടെ അമ്മ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അമ്മ ആക്സിഡന്റിൽ മരിച്ചപ്പോൾ ജിസ്മോൾ പഞ്ചായത്ത് മെമ്പറായി. ജിസ്മോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. ഇതൊന്നും ജിസ്മോളുടെ കുടുംബത്തിന്, പ്രത്യേകിച്ച് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അമ്മ വളരെ കാർക്കശ്യക്കാരിയായിരുന്നു. ജിസ്മോളോട് വളരെ പരുഷമായി മോശമായി പെരുമാറിയിരുന്നു. നമ്മൾ സീരിയലുകളിലും സിനിമയിലും ഒക്കെ പരമ്പരാഗതമായി കേൾക്കുന്ന, എന്നാൽ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അമ്മായിയമ്മ പോരെ ആ വീട്ടിൽ ശക്തമായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അമ്മായിയമ്മ ക്യാൻസർ ബാധിതയാണ് എന്ന് വാർത്തകൾ നമ്മൾ കണ്ടു. അത് ഇത് നാളുകളിൽ സംഭവിച്ചതാണ്. ഇത് അമ്മായിയമ്മയുടെ മരുമകളോടുള്ള ദുഷ്ടഭാവത്തിന്റെ ശക്തി കൂട്ടുക മാത്രമാണ് ചെയ്തത്. അതിശക്തമായി അമ്മായിയമ്മ ഈ ജിസ്മോളെ ഉപദ്രവിക്കുമായിരുന്നു, ശകാരിക്കുമായിരുന്നു എന്നാണ് വാർത്തകൾ. ഇതിനെ ചോദ്യം ചെയ്യാനോ തടയാനോ ഉള്ള ശേഷി ഭർത്താവ് ജിമ്മിക്കുണ്ടായിരുന്നില്ലത്രേ. ഈ അമ്മായിയമ്മയുടെ പീഡനമാണ്, അതിൽ ഭർത്താവ് ഇടപെടാത്ത നിസ്സംഗനായി നിൽക്കുന്ന ആ മാനസികാവസ്ഥയാണ് ജിസ്മോളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ജിസ്മോളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമായി പറയുന്നത്. ജിസ്മോളുടെ ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ വിവാഹത്തിന് ശേഷം അതിനുള്ള സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും വേണ്ടതുപോലെ കേസിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുടുംബ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് നേരം വെളുക്കുമ്പോൾ തന്നെ ജോലിക്ക് പോകും, രാത്രിയിലെ ജോലി കഴിഞ്ഞു വരൂ. ഈ അലകൂലത്തിലൊന്നും ഇടപെടില്ല. തൻ്റെ ഭാര്യയും തൻ്റെ അമ്മയും തമ്മിലുള്ള തർക്കത്തിൽ നിഷ്പക്ഷത പാലിച്ചു മാറി നിൽക്കും. ഇത് ജിസ്മോളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. പലപ്പോഴും ജിസ്മോൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജിസ്മോളുടെ മാതാപിതാക്കൾ സംശയിക്കുന്നത്. അവളുടെ ശരീരത്തിൽ കാണുന്ന പാടുകൾ അതിന്റെ തെളിവാണെന്ന് അവർ പറയുന്നു. മാത്രമല്ല, ജിസ്മോൾ കറുത്ത നിറമുള്ളയാളായിരുന്നു. ഇന്നും കറുത്ത നിറം നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവർ കഴിഞ്ഞ ദിവസം ജന്മദിനം ആഘോഷിച്ചു. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടിയിരുന്നു. ഈ ചീഫ് സെക്രട്ടറി എന്ന ഉന്നത പദവിയിൽ, സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ഉന്നത പദവിയിലെത്തിയ ആളാണ് ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറിക്ക് പോലും നിറത്തിന്റെ പേരിൽ വിവേചനം നേരിടേണ്ടി വന്നു എന്നവർ തുറന്നു പറഞ്ഞ സാഹചര്യമുണ്ടായി. ആ നിറത്തിന്റെ പേരിലുള്ള വിവേചനവും അപമാനവും ജിസ്മോളും അനുഭവിച്ചിരുന്നു. ജിസ്മോളുടെ കറുത്ത നിറത്തിന്റെ പേരിൽ നിരന്തരമായി അധിക്ഷേപിക്കപ്പെട്ടിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിസ്മോളുടേതും മക്കളുടേതും ഒരു കൊലപാതകമാണ് എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അവർ കൊല ചെയ്തു എന്നല്ല, നേരെ മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സ്വയം മരണം തെരഞ്ഞെടുക്കുമ്പോൾ അതൊരു പരിധിവരെ കൊലപാതകം തന്നെയാണ്. അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല, അവരെ സംരക്ഷിക്കേണ്ട സാഹചര്യമൊന്നും ഉണർന്നു പ്രവർത്തിച്ചില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജിസ്മോളുടെ പിതാവ് തോമസ് ഉഴവൂരൊരു ടയർ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ, അതായത് ജിസ്മോളുടെ 2 സഹോദരങ്ങൾ UK-യിലാണ്. ഈ ദുരന്തം സംഭവിക്കുമ്പോൾ തോമസും UK-യിലായിരുന്നു. തോമസിന്റെ ഭാര്യയാണ് ജിസ്മോളുടെ അമ്മ. നേരത്തെ അപകടത്തിൽ മരിച്ചിരുന്നു. ഇവരെല്ലാം ഓടി വന്നു, വളരെ വൈകാരികമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജിസ്മോളുടേത് വെറുതെ ഒരു മരണമല്ല. ജിസ്മോളുടെയും മക്കളുടെയും ജീവനെടുത്ത സാഹചര്യത്തിന്റെ പിന്നിൽ കുടുംബത്തിന് കൃത്യമായ പങ്കുണ്ട്. വെറുതെ വിടരുത് എന്ന തരത്തിൽ നിലപാടെടുത്തുകൊണ്ട് അവർ രംഗത്ത് വരുന്നുണ്ട്. ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് വിഷയം. ഇവിടെ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതല്ല. ഒരു യുവതി, അതും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള യുവതി, അവൾ 2 മക്കളുമായി ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്നത് വലിയ അനുരണനങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരുന്നു. ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവർ മരിക്കുക മാത്രമല്ല, അവരുടെ മക്കളെ കൂടി കൊലയ്ക്ക് കൊടുക്കുന്നു. ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെങ്കിൽ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വേണം. എന്തായാലും ഷൈനിക്ക് സംഭവിച്ച ഒരു ട്രാജഡി ജിസ്മോൾക്ക് ഉണ്ടായിട്ടില്ല എന്നതിൽ വീട്ടുകാരെ അഭിനന്ദിക്കേണ്ടി വരും. ഷൈനി മരണത്തിന് കീഴടങ്ങി കുരുന്നുകളോടൊപ്പം അവളുടെ വീടിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അവളുടെ ഭർത്താവും
ഭർത്താവിന്റെ സഹോദരനായ വൈദികനും അമ്മായിയമ്മയും അമ്മായിപ്പനും ഒക്കെ അവളെ ഉപദ്രവിച്ചു. അവൾ ഓടി രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ടും അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, മരണം തെരഞ്ഞെടുത്തു. എന്നിട്ട് അവളുടെ സംസ്കാരം അവൾ ഉപേക്ഷിച്ച് വന്ന ഇടവകയിൽ നടത്തേണ്ടി വന്നു. വളരെ സങ്കടകരമാണ്. അവളുടെ മൃതദേഹത്തിനൊപ്പമല്ല മക്കളെ അടക്കിയതെന്ന് ഓർക്കണം. അതായത് അവൾ ഉപേക്ഷിച്ചു വന്ന നാട്ടിൽ അവളെ അനാഥയായി കൊണ്ട് അടക്കുന്ന ഒരു ഗതികേടുണ്ടായി. എന്നാൽ ജിസ്മോളുടെ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല. അവർ ഒറ്റയ്ക്ക് നിന്നു. അവർ പറഞ്ഞു, ഭർത്തൃ വീട്ടിൽ അല്ല അടക്കേണ്ടത്, ഞങ്ങളുടെ ഇടവകയിലാണ്. അപ്പോൾ ക്നാനായ സഭയുടെ ഒരു നിയമമുണ്ട്. ഈ നിയമം വെച്ചായിരുന്നു ഷൈനിയെ ചുങ്കപ്പള്ളിയിൽ അടക്കിയത്. ക്നാനായ സഭയുടെ നിയമം അനുസരിച്ച് ഭർത്താവ് നിലവിലുണ്ടെങ്കിൽ ഭർത്തൃ വീട്ടിൽ അടക്കാൻ പാടുള്ളൂ. ഇതൊരു തർക്കമായി. ഒടുവിൽ വീട്ടുകാർ ബലം പിടിച്ചു. തുടർന്ന് സഭാ നേതൃത്വം ചർച്ച നടത്തിയിട്ട് ഭർത്തൃ ഇടവകയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു. ഭർത്താവിന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതിനുശേഷം ജിസ്മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഷൈനിക്ക് സംഭവിച്ച ദുരന്തം അവസാനമെങ്കിലും ജിസ്മോൾക്ക് സംഭവിച്ചില്ല എന്നതിൽ ആശ്വാസകരമാണ്. ഈ സംഭവത്തിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. കാരണം ഇനി ഒരിക്കൽ കൂടി ഒരു ജിസ്മോളോ ഷൈനിയോ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഈ മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച് ജിസ്മോളുടെ പിതാവും സഹോദരങ്ങളും ഒക്കെ പറയുന്നത് കേൾക്കുക. ശനിയാഴ്ച രാവിലെ ഞാൻ അവിടെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവിടെ പോകണമെന്ന് ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയുന്നത്. ഞാനും മോളാന്ന് ഞാൻ ചെന്നാമാനെ കൊച്ചു എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയാം, പപ്പ ജിസ്മോളെ കാണാനില്ല, നാട്ടിലെങ്ങാനും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലല്ലല്ലോ, ഞാൻ UK അപ്പോൾ നാട്ടിലൊന്ന് അന്വേഷിക്കുക, നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോയെന്നത് എൻ്റെ ഇതായി. ഞാനിവിടെ നാട്ടിലെല്ലാവരോടും വിളിച്ച് അവരെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ തിരിച്ചു വിളിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു 3 പേരും മരിച്ചു. അതെന്തോ ദുരൂഹത ഉണ്ടോ എന്ന് പറയാൻ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. അവിടെ എന്തോ ഭയങ്കര കാര്യമായ കാര്യം നടന്നിട്ടുണ്ട്. മുൻപ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഭർത്ത വീട്ടിൽ? ഭർത്ത വീട്ടിൽ പണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൈകാര്യം ചെയ്തത് ഞാൻ പല പ്രാവശ്യം തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവളും അതിനോട് യോജിപ്പാണ്. കാരണം എന്നു വെച്ചാൽ ഒരു കുടുംബം ഇത് വേണ്ട പിടിച്ച് അവൾ ആത്മഹത്യ. അപ്പം ഞാൻ അന്നേരം നമ്മൾ ഉപദേശിക്കും, കൊച്ചെ ഒരു പ്രശ്നമുണ്ട്, ആത്മഹത്യ ചെയ്യും. അന്നേരം പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല, വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യമില്ലാത്തവരാ, നമുക്ക് എന്നാണേലും തരണം ചെയ്യണം, അതല്ലേ നല്ലത് എന്ന് വെച്ചാൽ അത് പപ്പ പേടിക്കേണ്ടെന്ന് എന്നോട് കട്ടായം പറഞ്ഞിരുന്നു കൊച്ച. എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അത്രയ്ക്കും കൊച്ചിൻ്റെ പേരിൽ എന്തോ സമ്മർദ്ദം വന്നിട്ടുണ്ട്. ഭയങ്കര സഹിക്കാൻ മേലാഞ്ഞില്ല. പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം അടക്കം ഞാൻ അതിൻ്റെ നിയമപരമായിട്ട് പോകും. എനിക്ക് ദേഹോപദ്രവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ദേഹോപദ്രം പണ്ട് ഒരു കുറച്ച് നാൾ മുമ്പ് ഇവിടെ മുഖത്തൊരു പാട് കണ്ടു. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് കഥകെ മുട്ടിയതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ജിമ്മിച്ചൻ അതായത് ചേട്ടായി എന്നെ ഭിത്തിയെ കൊണ്ട് ഇടിപ്പിച്ചതാണ്, ഞാൻ പപ്പായോട് പറയാഞ്ഞത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത് പറഞ്ഞതാണ്. അപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു. ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കിയാവുന്നു, അതുകൊണ്ട് ചോദിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതൊക്കെ വിട്ടു. കുടുംബമല്ലേ എന്തേലും, ഇത് എൻ്റെ കൊച്ചിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല എന്നിട്ട് ചെയ്തതാണ്. അത് നിയമപരമായിട്ട് നമുക്ക് ഞാൻ നേരിടും. ഈ ഭർത്താവ് മാത്രമാണ് അവരുടെ ബന്ധുക്കളൊക്കെ ഉപദ്രവിക്കുകയാണ്? ഭർത്താവും എല്ലാവരും ഉപദ്രവം. ഞാൻ 2 പ്രാവശ്യം അവിടെ ചെന്ന് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ചെയ്തു. അവൾക്കും അതാണ് താല്പര്യം, അകന്ന് നിൽക്കുന്നതിനോട് താല്പര്യം, പിടിച്ചു നിൽക്കാനായിട്ട് നോക്കി. ഇതെന്തോ എനിക്ക്